കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും അതിശക്തമായി രംഗത്തിറങ്ങുമ്പോൾ കലോത്സവം എന്നത് മാറി പരാതിയോത്സവമായി മാറിയിരിക്കുകയാണ്. കേരള സർവകലാശാല യൂണിയനെതിരെ പരാതിയുമായി മാർ ഇവാനിയോസ് കോളേജ്. സെനറ്റ് ഹാളിൽ സംഘർഷം. കേരള സർവകലാശാല യൂണിയനെതിരെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പരാതി നൽകി മാർ ഇവാനിയോസ് കോളേജ്. മത്സരങ്ങൾ അട്ടിമറിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്നും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വിധികർത്താക്കളെയും ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. മാർ ഇവാനിയോസ് കോളേജിന്റെ മത്സരങ്ങൾ അലങ്കോലപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി കലോത്സവം സുതാര്യമായി നടക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. കോഴ ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. മാർഗംകളിയിലെ വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് കലോത്സവ വേദിയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഇവാനിയോസ് 1ാം സ്ഥാനത്തും സ്വാതി തിരുനാൾ കോളേജ് 2ാമതും യൂണിവേഴ്സിറ്റി കോളേജ് 3ാമതുമാണ്. ചരിത്രത്തിലില്ലാത്ത സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി കലോത്സവ വേദിയിൽ അരങ്ങേറുന്നത്. ഇതോടെ 2 ദിവസമായി കലോത്സവം ഭാഗികമായി മുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേരിൽ അതൃപ്തി അറിയിച്ച് ഗവർണർ രംഗത്ത് വന്നിരുന്നു. നിലനിൽക്കുന്ന സംവിധാനത്തെ ഇല്ലാതാക്കുക എന്നതാണ് ഈ അറബിക് വാക്കിന്റെ അർത്ഥമെന്നും ഇന്തിഫാദ എന്ന പേരിട്ടതിൽ അതൃപ്തിയുമായി ഗവർണർ രംഗത്ത് വന്നതും ചർച്ചയായിരുന്നു. ഏതായാലും ഇന്തിഫാദയുടെ അർത്ഥമറിയാതെ ആ പേര് നൽകിയ ചെറുപ്പക്കാരോട് സഹതാപം തോന്നുന്നുവെന്നായിരുന്നു കേരള ഗവർണർ പരിഹസിച്ചത്. പോസ്റ്ററുകളിലോ ബാനറുകളിലോ പോലും പേരുപയോഗിക്കാൻ പാടില്ലെന്നും വൈസ് ചാൻസലറുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നു. കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേരിട്ടതിനെതിരെ കൊല്ലം അഞ്ചൽ സ്വദേശി ആശിഷാണ് ഹർജി നൽകിയത്. പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പദമാണിത്. അറബി പദമായ ഇന്തിഫാദ ചരിത്രപരമായി തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടതാണ്. പേര് അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നാണ് ഹർജിക്കാരന്റെ വാദം. ഏതായാലും ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗവർണർക്കും വൈസ് ചാൻസലർക്കും പരാതി നൽകിയിരുന്നു.